ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, മകളെ കയ്യും കാലും ഒടിഞ്ഞടക്കുകയാണെങ്കിലും വിവാഹബന്ധം വേർപെടുത്താനുള്ള ശ്രമത്തിലാണ്. അതിപ്പോൾ കുടുംബ കോടതിയിലെത്തും എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയോട് ഇതാരും പറഞ്ഞില്ലേ എന്ന്. അപ്പോഴേക്കും നമ്മുടെ ശിവൻ വാതിലും തുറന്നു വരികയാണ്. ബാലേന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്, വെറുതെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കാന്ന് വെച്ചു, നിങ്ങൾ അമ്മയോടൊന്നും പറയാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞിട്ട് ഇപ്പം എന്ത് കിട്ടാനാന്ന്. അയ്യോ പറയണം, കർമ്മഫലം എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന്. എന്നിട്ട് പറയും, ഞാനേ അമ്മയോട് ചില പഴയ കഥകൾ ഇങ്ങനെ പറയായിരുന്നു, വൈച്ച ചതിച്ചതും പിന്നെ അലീന എൻ്റെ മോളല്ല എന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവൻ പറയും, വാ ബാലേന്ദ്ര, നമുക്ക് അപ്പുറത്തിരുന്ന് സംസാരിക്കാന്ന്. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് എണീറ്റ് നമ്മുടെ മുത്തശ്ശിയെ നോക്കിയിട്ട് പറയും, അതെ എനിക്ക് വലിയ ദണ്ണം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞതാട്ടോ, നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയെ പോലെയാണല്ലോ കരുതിയത്, അതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് പോകുകയാണേ. അങ്ങനെ ശിവനും ബാലേന്ദ്രനും മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടാ ഞാൻ ഇന്ന് രോഹിയെ കാണാൻ വേണ്ടിയിട്ട് സബ് ജയിലിലോട്ട് പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ആർക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയും, ഞങ്ങൾ ഇന്നലെ പോയായിരുന്നു, അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ പണി എടുക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കും, ശിവേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ, ഹരി അവിടെ ഹാപ്പി ആണെന്നാണോ, ജയിലെന്തായാലും ജയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന നേരത്തെ ബാലേന്ദ്രൻ ചോദിക്കും, ഹരിയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ ശിവേട്ടനെന്ന്. ഇതുവരെ ഇല്ല എന്ന് പറയുമ്പോഴേക്കും കമല ചായ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ശിവൻ എടുക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എടുക്കുന്നില്ല കേട്ടോ ചായ. ഒരു കപ്പ് ചായ അല്ലേ എടുക്ക് ബാലേന്ദ്ര എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാത്ത ചായ എന്തിനാ ഞാൻ എടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് കാണുമ്പോൾ നമ്മുടെ കമല ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്താ അലീന ഇട്ട ചായ മാത്രമേ കുടിക്കത്തുള്ളൂ എന്ന്. അലീന മാത്രമല്ല കൃഷ്ണമോളും നന്നായിട്ട് ചായ ഇടുന്നേ എന്ന് പറയുമ്പോൾ വേഗം ശിവൻ അങ്ങ് കാല് മാറണേ. ബാലേന്ദ്ര ജയിലിൽ ഇപ്പൊ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. രോഹിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാലേന്ദ്രന്റെ കയ്യിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കോടതിയും ജയിലിലായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഇതുവരെ എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടുമില്ല, ഒരു വക്കീലിനെ പോലും ഞാൻ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഗോവർദ്ധന. അന്നേരം ശിവൻ പറയുന്നുണ്ട്, പീഡനത്തിൽപ്പെട്ട പെൺകുട്ടി മൊഴിമാറ്റി പറഞ്ഞാൽ മതി, കേസിൽ നിന്ന് ഊരാ, അല്ലെങ്കിൽ പിന്നെ സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും വേണം എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കും, അങ്ങനെ വല്ല ആളെയും പരിചയമുണ്ടോ ശിവേട്ടനെന്ന്. പരിചയം ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല, ഇപ്പോൾ എല്ലാവരും തിളച്ചു മറിഞ്ഞ് നിൽക്കുവല്ലേന്ന്. അന്നേരം വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ, പെൺകുട്ടിയെ കൊണ്ട് മൊഴിമാറ്റി പറഞ്ഞ കേസിൽ നിന്ന് രക്ഷപ്പെടാന്നാണോ ഉദ്ദേശിച്ച ശിവേട്ടന്, അല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് ശിവൻ പറയും, ചില പീഡന കേസ് വീട്ടിൽ വെച്ച് അവർ തീരുമാനിക്കും, ചിലത് പാർട്ടി ഓഫീസിൽ വെച്ച് തീരുമാനിക്കും. ഇതിൽ രണ്ടിലും പെടാത്ത കേസാണെങ്കിൽ ചില പ്രത്യേക പോലീസ് ഓഫീസർ വന്നിട്ട് കൈക്കൂലിയൊക്കെ കൊടുത്ത് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, ചില സ്രാവുകൾക്കും മീനുകൾക്കും വല പൊട്ടിച്ച് രക്ഷപ്പെടും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, പണം എറിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാന്ന് പറയട്ടെ ശിവൻ. അപ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട്, അലീന ശരണ്യയുടെ വീട്ടിൽ 2-3 തവണ പോയല്ലോ, അവൾക്ക് പറ്റില്ലേ ഇവരെ രക്ഷിക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് പറയും, അവളെ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതാ, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലാന്ന് ഞാൻ ശിവേട്ടനോട് പറഞ്ഞതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, അലീനെ ആ പണിക്ക് കിട്ടത്തില്ല എന്ന്. അത് കേൾക്കുമ്പോൾ കമല പറയും, സ്വന്തം കുടുംബക്കാരോടെ കൂറോ നന്ദിയോ ഉണ്ടെങ്കിൽ അവൾ അറിഞ്ഞ് ചെയ്തേനെന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഒരു ചിരിയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഏതാണ് അവളുടെ കുടുംബം, കടപ്പാട്ടൂരോ കൊല്ലപ്പള്ളിയോ ഏതാ ശിവേട്ട എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവനാകെ ഒരുമാതിരി കളിയാണ് കേട്ടോ. എന്നിട്ട് പറയും, അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. എന്നിട്ട് ശിവൻ ഇങ്ങനെ ഗ്യാപ്പിലൂടെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതേ പണം എറിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, അലീനെ കൊണ്ടേ അവരോടങ്ങ് പറയിപ്പിക്കാം, 4-5 ചെക്കന്മാരെ ജയിലിൽ അടച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അവരുടെ ജീവിതം വെറുതെ നശിച്ചു പോവുക എന്നല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ അധികം പണം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡിമാൻഡാണ്, എത്രയാണെങ്കിലും നമുക്കങ്ങ് കൊടുക്കാനേ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ദേഷ്യം പിടിച്ചിട്ട് വയ്യാട്ടോ. എന്നിട്ട് പറയും, അതെ ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളങ്ങ് സംസാരിച്ചാൽ മതിയെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഇതൊന്നും നടക്കത്തില്ല ശിവേട്ട, എനിക്ക് പോകണം, സബ് ജയിലിൽ ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ എന്നാ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ മനു എന്തേലും ചോദിക്കാണ്, മുകളിലുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ പിന്നെ അവിടെ കണ്ടില്ലല്ലോ എന്ന്.
അപ്പോൾ പറയുന്നുണ്ട്, തലയിരിക്കുമ്പോൾ വാലാടണ്ടല്ലോ, അച്ഛനോട് സംസാരിക്കുകയല്ലായിരുന്നോ? അല്ല, നീ ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ, അതെ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ ഇവിടെയാണ്, എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടാങ്ങളെ, അച്ഛനും കൊച്ചച്ഛനും ഉള്ളതുകൊണ്ട് കുറച്ച് എനിക്ക് ആശ്വാസം എന്ന് പറയുന്നു. അപ്പോൾ മനു, ഞാനും നിന്നെ പോലെയാ, കുറച്ച് പ്രായക്കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. ഒരാൾ ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പിറകെ അങ്ങ് പോയാൽ മതി. പക്ഷേ എൻ്റെ മുന്നിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കോ മനു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, അങ്കിളിൻ്റെ കൂടെ അല്ല അലീനുള്ളത്, അവളൊരു പെൺകുട്ടിയല്ലേടാ, ലിമിറ്റേഷൻസ് ഉണ്ട്. അവളെ അന്ന് ശരണ്യയുടെ വീട്ടിൽ പോയപ്പോൾ അവളെ കത്തിച്ച് കളയേണ്ടതായിരുന്നു. ആ ഓട്ടോ ഡ്രൈവർ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, അപ്പോൾ ഇന്നലെയും പോയല്ലോ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന്. പക്ഷേ അവൾ എൻ്റെ വീട്ടിൽ നിന്നാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ആളുകൾ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ മനു പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടു, അലീനയെ മീഡിയേറ്റർ ആക്കിയിട്ട് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിൽ ഒന്ന് നോക്കിയാലോ എന്ന്. ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയും, എടാ നിന്റെ അച്ഛനൊന്നും ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനമില്ലാന്ന്. അപ്പോൾ പതുക്കെ പറയുന്നുണ്ട് മനു, അങ്കിളെ രോഹിത്തിന്റെ ലൈഫ് പോയില്ലേ, അതീ ഒരിക്കലും നന്നാവാൻ വേണ്ടിയിട്ട് പോണില്ല, അവൻ രോഹിയെയും കൂടി ചീത്ത ആക്കിയതല്ലേന്ന്. മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു നീ രോഹിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോന്ന്? ആ, ഞാൻ ഒന്ന് നോക്കട്ടെ, എനിക്ക് അന്നേരം വർക്കൊന്നുമില്ലെങ്കിൽ ഞാൻ വരാം അങ്കിളെ. അങ്കിൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അലീനയുണ്ട്, അവൾക്ക് പിന്നെ ജയിലോ കോടതിയോ ഒന്നും വിഷയമല്ലല്ലോ എന്ന് നമ്മുടെ മനു ചോദിക്കുമ്പോൾ, ഒന്നിനും ഒരു പേടിയില്ല, അതങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. ആകപ്പാടെ കയ്യിലുള്ളത് കുറച്ച് കരുണയും സ്നേഹമാണ്, അതാർക്കും മോഷ്ടിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, അവളെ കോളനിയിൽ പോയത് വല്ലാത്തൊരു കാര്യമായിപ്പോയി എന്ന് പറയുമ്പോൾ, അതെ അത് ഞാനും പറഞ്ഞു, ഭയങ്കര ധൈര്യം അവൾക്ക്, എന്നിട്ട് ഇന്ന് പോയിട്ടുണ്ട് എന്ന് പറയാണ്. അത് അങ്ങനെ ഒരു ജീവിതമായിപ്പോയി എന്നും പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്ക് ഒരു സമുദായ നേതാവും കുറച്ച് ആൾക്കാരും വരുന്നുണ്ട്. ഇതല്ലേ വീടെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കയറുന്നു. എന്നിട്ട് അച്ഛനോട് കുറേ സമുദായത്തിൻ്റെ പേരിൽ ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൊച്ചിനൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം ശരണ്യ ഇങ്ങനെ കിടക്കായിരിക്കും കേട്ടോ, അച്ഛൻ പോയിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തും. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, കൊച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ, ശോഭന മാം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ, പീഡിപ്പിച്ചവർ ആരൊക്കെയാണ്, 4 പേരേ ഉള്ളൂ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ടെൻഷൻ വന്നിട്ട് അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തുമായിരുന്നു ഇന്നലെ, ഇനി മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഇത് തന്നെയാണ് സാറേ എല്ലാവരും വരുമ്പോൾ പറയുന്നതെന്ന് പറയുമ്പോൾ, പറഞ്ഞതുപോലെയല്ല ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും പത്രം TV എന്നിവ വഴിയും പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട്, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് തരണം, അങ്ങനെ പിരിഞ്ഞു കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം എന്ന് പറയുമ്പോൾ ശരണ്യയുടെ അച്ഛൻ തല കുലുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എതിർകക്ഷികളെ പല പ്രലോഭനങ്ങളും ഉണ്ടായേക്കാം, നിങ്ങൾക്ക് കുറേ ക്യാഷ് തരാമെന്ന് പറയും, ചിലപ്പോൾ ഭീഷണിയായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയ നേതാവിനെ തന്നെ കൊണ്ട് സംസാരിപ്പിക്കും, അതിനൊന്നും നിങ്ങൾ വഴങ്ങി കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അച്ഛാ ഞാനൊന്ന് കിടന്നോട്ടെ, എനിക്ക് വല്ലാതെ ക്ഷീണമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ കിടക്കുകയാണ്. അന്നേരം അവരൊക്കെ എണീറ്റ് പോകുന്നു. പിന്നീട് നാളത്തെ പ്രൊമോ ആണ് കാണിക്കുന്നത്. വീണ്ടും അലീന വന്നിട്ട് ഈ കുട്ടിയെ സമാധാനപ്പെടുത്തുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ശിവൻ പോയിട്ട് നമ്മുടെ വൈജയോട് പറയുന്നുണ്ട്, അലീനയോട് സംസാരിച്ചാൽ ചിലപ്പോൾ നിന്റെ മകനെ സംരക്ഷിക്കാൻ പറ്റിയേക്കും എന്ന് പറയുമ്പോൾ, ഞാൻ അവളുടെ കാല് പിടിക്കാനോ എന്ന് ചോദിക്കുന്നു. പിന്നീട് നമ്മുടെ രോഹിത് ജയിലിൽ പോകുന്നതും അലീനയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.